ഓരോരുത്തരുടെയും വീടുകളിൽ എന്നും കേൾക്കാറുള്ള ഒരു കാര്യമുണ്ട്, ആ കുട്ടിയെ കണ്ടുപഠിക്കേ, ഈ കുട്ടിയെ കണ്ടുപഠിക്കേ എന്ന്. എന്നാൽ സ്വന്തം കുട്ടിയുടെ കയ്യിലുള്ള നല്ല നല്ല കഴിവുകൾ കാണാതെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് അവരെ വേദനിപ്പിച്ചാൽ എന്താകും സംഭവിക്കുക? വാ നോക്കാം. സുനിത വീടിന്റെ ഉമ്മറത്ത് അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അയൽവാസി സിന്ധു കയ്യിൽ മധുര പലഹാരവുമായി അങ്ങോട്ടേക്കോ നടന്നു വരുന്നത്. സുനിതേ, ദാ കുറച്ച് ലഡു. ആ സിന്ധു ചേച്ചി, ഇതെന്താ ലഡു ഒക്കെ? എന്തെങ്കിലും വിശേഷമുണ്ടോ? വിശേഷം ഉണ്ടോന്നോ? ഞങ്ങളുടെ രാഹുലിന് സ്കൂളിലെ പരീക്ഷയ്ക്ക് എല്ലാ വിഷയത്തിനും ഫുൾ A+ അവനെ എന്തായാലും ഞങ്ങളൊരു എഞ്ചിനീയറോ ഡോക്ടറോ ആക്കും. ആഹാ, കൊള്ളാലോ ചേച്ചി. രാഹുൽ പിന്നെ പണ്ടേ നന്നായി പഠിക്കുന്ന കൂട്ടത്തിലാണല്ലോ. പിന്നല്ലാതെ, അവൻ കഷ്ടപ്പെട്ട് പഠിക്കും. പക്ഷെ നിങ്ങളുടെ വിനുവിന്റെ കാര്യം ഓർത്തിട്ടാ എനിക്ക് വിഷമം. അവനിപ്പോഴും പഠിക്കാതെ പടം വരച്ച സമയം കളയാണോ? അത് പിന്നെ ചേച്ചി, അവന് പടം വരയ്ക്കാനാ താല്പര്യം കൂടുതൽ. അയ്യേ, ചിത്രം വരച്ച വയറും നിറയോ സുനിതേ? ഈ പടം വരയും കൊണ്ട് പരീക്ഷയ്ക്ക് തോറ്റാൽ നാളെ അവൻ വഴിയിലാകും കേട്ടോ. പിന്നെ കണ്ടവരുടെ മുന്നിലൊക്കെ തല കുനിക്കേണ്ടി വരും. അവനോട് ഞങ്ങളുടെ രാഹുലിനെയൊക്കെ ഒന്ന് കണ്ടുപഠിക്കാൻ പറ സുനിതേ. എന്നാ ശരി സുനിതേ, ബാക്കിയുള്ള വീടുകളിലും കൊടുക്കട്ടെ. സിന്ധു ഉപദേശം കഴിഞ്ഞ് ചിരിച്ചുകൊണ്ട് നടന്നു പോകുന്നു. സുനിതയ്ക്കാണെങ്കിൽ വല്ലാത്ത ദേഷ്യവും വിഷമവും വരുന്നു. വിനുവിന്റെ മുറി. വിനു ഒരു ചിത്രം വരച്ചതിന് ശേഷം അത് ശ്രദ്ധയോടെ നോക്കുകയായിരുന്നു. അപ്പോഴാണ് സുനിത ദേഷ്യത്തോടെ മുറിയിലേക്ക് വരുന്നത്. ഏതു നേരം ഇതാണോടാ നിന്റെ പണി? എപ്പോ നോക്കിയാലും വരയും കൊണ്ടിരുന്നോളണം. അയ്യോ, എന്തു പറ്റി അമ്മേ? അമ്മ ഈ ചിത്രം ഒന്ന് നോക്കിയേ, ഞാൻ അമ്മയെ വരച്ചതാ. എനിക്ക് നീ വരച്ച ചിത്രമൊന്നും കാണണ്ട. നാണോ ഇല്ലടാ നിനക്ക്? ആ സിന്ധു ചേച്ചിയുടെ മകൻ രാഹുലിന് പരീക്ഷയ്ക്ക് ഫുൾ A+. നാട്ടുകാരോട് മൊത്തം അവർ അഹങ്കരിച്ച് പറയുമ്പോൾ ഞാനിവിടെ തല കുനിച്ച് നിൽക്കുക. അമ്മേ, ഞാൻ പഠിക്കുന്നുണ്ടല്ലോ, പക്ഷെ എനിക്ക് പടം വരയ്ക്കാനാണ് അമ്മേ കൂടുതൽ ഇഷ്ടം. ഈ പടം വരച്ചോണ്ട് നടന്നാൽ നിനക്ക് ഭാവിയിൽ ഒരു ജോലി കിട്ടുമോടാ? കഞ്ഞി കുടിക്കാൻ പറ്റുമോ? നീ ആ രാഹുലിനെ കണ്ടു പഠിക്കേ, എന്നിട്ട് അവനെ പോലെ ആകാൻ നോക്ക്. ഇനി മേലാൽ നിന്റെ കയ്യിൽ പെൻസിലോ ബ്രഷോ കണ്ടാൽ ഞാനത് ഉറപ്പായിട്ടും എടുത്ത് ദൂരെ കളയും. പോയിരുന്ന് പഠിക്കാൻ നോക്ക്. സുനിത ഉമ്മറത്ത് നിൽക്കുമ്പോൾ സ്കൂളിലെ ഹെഡ് മാസ്റ്ററും മറ്റൊരു അധ്യാപകനും വീട്ടിലേക്ക് കടന്നു വരുന്നു. അയ്യോ, സാറുമാരെന്താ ഈ വഴിക്ക്? വിനു സ്കൂളിൽ വല്ല കുഴപ്പവും ഉണ്ടാക്കിയോ? നിങ്ങളിങ്ങനെ പേടിക്കല്ലേ. ഞങ്ങൾ നിങ്ങളുടെ മകനെ അഭിനന്ദിക്കാനാണ് വന്നത്, പിന്നൊരു സന്തോഷ വാർത്ത പറയാനും. അഭിനന്ദിക്കാനോ? വിനുവിനെയോ? അതെ, സംസ്ഥാന തലത്തിൽ നടന്ന സ്കൂൾ ചിത്രരചനാ മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടിയത് നമ്മുടെ വിനുവിനാണ്. അതുമാത്രമല്ല, വലിയൊരു തുക സ്കോളർഷിപ്പും നേടാൻ പോകുന്നു. വിനുവിനോ? അതെ, വിനുവിന് തന്നെ. അവൻ നല്ലൊരു കലാകാരനാണ്. പഠനത്തിൽ അവന് ശരാശരി മാർക്കുണ്ടെങ്കിലും ഈ ചിത്രകലയിൽ അവൻ മറ്റാരേക്കാളും മിടുക്കനാണ്. അവനെ വെറുതെ പരീക്ഷാ മാർക്കിന്റെ പേരിൽ മറ്റുള്ള കുട്ടികളുമായി താരതമ്യം ചെയ്യരുത്. ദാ നമ്മുടെ ചാമ്പ്യൻ വരുന്നു. വിനു മോനെ, കൺഗ്രാറ്റുലേഷൻസ്. നീ ഞങ്ങളുടെ സ്കൂളിന്റെയും നാടിന്റെയും അഭിമാനമാണ് കേട്ടോ. നീ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഒത്തിരി നന്ദിയുണ്ട് സർ. മോനെ വിനു. എന്താ അമ്മേ? എന്നോട് ക്ഷമിക്കണം മോനെ. സിന്ധു ചേച്ചിയുടെ വാക്ക് കേട്ട് ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു. നിന്റെ ഈ കഴിവ് ഞാൻ കാണാതെ പോയതിന് നീ അമ്മയോട് ക്ഷമിക്കൂടാ? അമ്മയോട് എനിക്ക് ഒരു ദേഷ്യവും ഇല്ല അമ്മേ. എല്ലാ അമ്മമാരും ചെയ്യുന്ന കാര്യം മാത്രമേ അമ്മയും ചെയ്തുള്ളൂ. ഇപ്പോഴെങ്കിലും അമ്മ എന്നെ മനസ്സിലാക്കിയല്ലോ, എനിക്കത് മതി അമ്മേ. മോനെ, നീ രാഹുലിനെ പോലെ ആകണ്ട. നീയായി തന്നെ വളർന്നാൽ മതി. കണ്ടില്ലേ കൂട്ടുകാരെ, ഓരോ കുട്ടിക്കും അവരുടേതായ കഴിവും സ്വപ്നങ്ങളുമുണ്ട്. അവരെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് വേദനിപ്പിക്കരുത്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ കുഞ്ഞു കഥയും ഇതിലെ നല്ല സന്ദേശവും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ആനിമേഷൻ കഥകൾ ഇനിയും കാണാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായി ഉടൻ കാണാം. ബൈ ബൈ. ബൈ ബൈ.